ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 214 സെഷനാണല്ലോ ഇത്. 6ാം സദനത്തെക്കുറിച്ചുള്ള 54ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6ാം സദനത്തെക്കുറിച്ചുള്ള 10ാമത്തെ അധ്യായത്തിന്റെ 2ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. മദ്രസ്യ വിവരിച്ചതായ ഭൗതിക ദർശനം, ഭാവന ദർശനം, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറെയും ദൈവിക ഇടപെടലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സവിശേഷ ഭൗതിക ദർശനത്തെ പറ്റി മധ്യദർശനം പറയുകയായിരുന്നല്ലോ. സമസ്ത വസ്തുക്കൾ എപ്രകാരം ദൈവത്തെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവിടുന്ന് അവയെല്ലാം എങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നുവെന്നും ആത്മാവ് വ്യക്തമായിട്ട് ഗ്രഹിക്കുന്നു. ഈ ബോധ്യത്തിന് അത്യന്തം പ്രയോജനകരമാണ്. സൂചിപ്പിച്ചു, ഇത് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുമെങ്കിലും വളരെ ആഴമുള്ള മുദ്രയാണ് ആത്മാവിൽ പതിപ്പിക്കുന്നത്. ഇത് നേരത്തെ മദ്രസ മറ്റു പല ദർശനങ്ങളെ പറ്റി പറയുമ്പോഴും ആത്മീയ അനുഭവം പറയുമ്പോഴും പലതും പെട്ടെന്ന് കടന്നു പോകുന്നു. പക്ഷെ അതിന്റെ ഓർമ്മ ആത്മാവിൽ വലിയൊരു മുദ്രയായിട്ട് പതിഞ്ഞ് മായാതെ നിൽക്കും എന്ന് മദ്രസ പറഞ്ഞതുപോലെ അതിലൂടെ പറയുകയാണ്. അതിൽ നിന്നുളവാകുന്ന വിഷാദവും സംഭ്രമവും അത്യുത്കടമാണ്. അപ്പം വിശേഷ സൽഫലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇവിടെ മദ്രസ ആദ്യം പറയുന്നത് പക്ഷെ ഒരു വിഷാദവും സംഭ്രമവും അത്യുത്കടമായ രീതിയിൽ അനുഭവപ്പെടും. അത് നെഗറ്റീവ് അല്ല, മറിച്ച് എന്താണ് കാരണം നാം ദൈവത്തെ ദ്രോഹിക്കുന്നതിന്റെ അനാശാസ്യത ആത്മാവിന് വ്യക്തമാകുന്നു. തൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണല്ലോ മഹാപാതകങ്ങൾ നാം ചെയ്തു കൂട്ടുന്നത്. അപ്പം സമസ്ത വസ്തുക്കളും എങ്ങനെ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം എങ്ങനെ സമസ്ത വസ്തുക്കളിലും നിലനിൽക്കുന്നു, വസിക്കുന്നു, ഈ ഒരു അവബോധമാണ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഒരു തിരിച്ചറിവാണ്, ഞാൻ ദൈവത്തിലാണല്ലോ, ദൈവം എന്നിലാണല്ലോ. ഈ ബോധ്യം കിട്ടിക്കഴിയുമ്പം ഈ അവസ്ഥയിലാണല്ലോ ഞാൻ ഇതുപോലെ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് നടക്കുന്നത്, ഇതുപോലെ ദൈവത്തെ നിന്ദിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, പാപം ചെയ്യുന്നത്, അവിടുത്തെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത്. ദൈവം ദൂരെയെങ്ങോ ആണെന്ന് ഓർത്തുകൊണ്ട് ആദവും പിതാവ് ദൈവം വന്നപ്പോൾ തോട്ടത്തിൽ ഓടി ഒളിച്ചു. അവിടെ അങ്ങനെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ആ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈശോ വന്ന് പറഞ്ഞു, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, ഞാൻ നിങ്ങളിൽ വസിക്കും. ഈ അപേക്ഷിക്കുന്നവൻ എന്നിൽ, ഞാൻ അവനിലും വസിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കും. പിതാവ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ കൽപ്പന പാലിക്കും. അപ്പൊ പിതാവും ഞാനും അവനെ സ്നേഹിക്കും. ആ വ്യക്തിയിൽ ഞങ്ങൾ വാസം ഉറപ്പിക്കും. അപ്പൊ ത്രിത്വക ദൈവം നമ്മുടെ ഉള്ളിലാ വസിക്കുക. അതാണ് ആഭ്യന്തര ഹർമ്മ്യം, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ദൈവം, ഹർമ്മ്യത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഏഴാം സ്ഥലത്തിൽ അവിടുത്തെ ചേരണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു, നാം അവിടുത്തെ ഉള്ളിലാണ്. ഈ അവസ്ഥയിലാണല്ലോ ദൈവം, ഞാനൊരു പാപമെല്ലാം ജീവിച്ചത്, ഞാൻ ഈ മണ്ടത്തരമെല്ലാം വേണ്ടാത്ത പണിക്കെല്ലാം പോയത്. അതൊക്കെ സഹിക്കാൻ മേലാത്ത അത്യുത്കടമായ വിഷാദവും സംഭ്രമവും ഒരു വശത്തെ ഉളവാക്കും. ഇത്രയും തമ്പുരാൻ മുമ്പിലാണെന്ന് ഓർത്തില്ലല്ലോ, CC ക്യാമറയുടെ മുമ്പിലാണ് നിന്ന് ഈ വൃത്തികേട് മണ്ടത്തരം കാണിച്ചതെന്നുള്ളത്. പിന്നെ ക്യാമറ നോക്കിയപ്പോഴും, അയ്യോ ഇത് ക്യാമറ മുമ്പിലാണോ, അപ്പൊ ഇത് അപ്പുറത്താരോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇഷ്യൂ എന്നുള്ള ഞടക്കം ഉണ്ടാകുന്ന പോലത്തെ ഒരു, അതൊന്നും അല്ല സംഭവം, അതിനപ്പുറം ആണ് കാര്യങ്ങൾ. കാരണം ദൈവത്തെ ദ്രോഹിക്കുന്നതിന്റെ അനാശാസ്യത ആത്മാവിൽ വ്യക്തമാകുന്നു. തൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണല്ലോ മഹാപാതകം നാം ചെയ്തു കൂട്ടുന്നത്. കാര്യം വിശദമാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അത് സമുചിതമെന്ന് തോന്നുന്നു. വാസ്തവം അങ്ങനെയാണെങ്കിലും അത് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും നാം അത് ശ്രദ്ധിക്കുന്നില്ല, അഥവാ ഗ്രഹിക്കുവാൻ ഉത്സാഹിക്കുന്നില്ല. അതിൻ്റെ സാക്ഷാൽ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ഔദ്ധത്യം നമുക്ക് ഉണ്ടാവുക സാധ്യമെന്ന് തോന്നുന്നില്ല. ഉദാഹരണം പറയുന്നത് പോലെ അബദ്ധം പറയുക, ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, അറിയാവുന്ന കാര്യം ചിന്തിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു അഹങ്കാരം നമ്മൾ നടക്കുന്നത്. എന്നിട്ട് മദ്രസ പറയാൻ പോകുന്ന ഉദാഹരണം ഈ ആഭ്യന്തര കർമ്മത്തിന്റെ ഉദാഹരണം തന്നെയാണ്. ഒരു മദ്രസ അത് ഓർക്കുന്നില്ലായിരിക്കും, പക്ഷെ ഉദാഹരണം എപ്പോഴും ഒരേ ഉള്ളിൽ നിന്ന് വരുന്ന അങ്ങനെ തന്നെ വരികയാണ്. 3ാം ഖണ്ഡിക. ദൈവം അത്യന്തം വിപുലവും രമ്യവുമായ ഒരു സദനം അഥവാ ഹർമ്മ്യം പോലെയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഇവിടെ ദൈവം വസിക്കുന്ന ഹർമ്മ്യമാണ് നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞു. ഇപ്പൊ മദ്രസ പറയുകയാണ്, ദൈവം തന്നെ ഒരു ഹർമ്മ്യമാണ്. ദൈവം തന്നെ ഒരു ഹർമ്മ്യമാണ്. നമ്മുടെ ആത്മാവ് ഒരു ഹർമ്മ്യമാണെങ്കിൽ, ആത്മാവ് ദൈവത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ, ആ ഒറിജിനൽ ഫോം ആയിരിക്കും ദൈവം തന്നെ ഒരു ഹർമ്മ്യമാണ്. സ്വർഗത്തിൽ പോവുക എന്ന് വെച്ചാൽ ദൈവത്തിൽ പോവുക എന്നല്ലേ അർത്ഥം. പിതാവ് ഉള്ള സ്ഥലമാണ് പിതാവിന്റെ ഭവനം സ്വർഗം. സ്വർഗം മരിച്ചു മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു പോവുകയാണ്. അത് തിരിച്ചു പോയിട്ട് പിതാവിന്റെ വീട്ടിലെ വാസ്തവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈശോ അവിടെ പിന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും നിങ്ങൾ എന്നിലുമാണ്. ആ ദിവസം നിങ്ങൾ അറിയും,
ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ആണ്. അപ്പം നമ്മൾ ദൈവത്തിലാണ് വസിക്കുന്നത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മിലാണ് വസിക്കുന്നത്. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നില്ലാത്തപ്പോഴും ഇതാണ് യാഥാർത്ഥ്യം. അതാണ് മദർസ പറഞ്ഞു വരുന്നത്. അപ്പൊ ദൈവം അത്യന്തം വിപുലവും രമ്യവുമായൊരു സദനം അഥവാ ഹർമ്മ്യം പോലെയാണ് സങ്കല്പിക്കുക. ഈ ഹർമ്മ്യം ദൈവം തന്നെയാണെന്നതത്രേ എന്റെ വിവക്ഷ. ദുഷ്ടന്മാർക്ക് അക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ഹർമ്മ്യം വിട്ടുപോവുക സാധ്യമാണോ? അല്ല, തീർച്ച തന്നെ. നമ്മള് ദൈവത്തിലാണ്, ദൈവമാകുന്ന വീട്ടിലാണ് നമ്മൾ വസിക്കുന്നത്. അപ്പൊ പാപം ചെയ്യാനും വൃത്തി കാണിക്കാനും വേണ്ടി നമുക്ക് പുറത്തിറങ്ങിയപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ദൈവത്തിലാണ് വസിക്കുന്നത്, പുറത്തു പോകത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവത്തിൽ തന്നെ ആയിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. പാപികളായി നാം ചെയ്യുന്ന സകല കൊള്ളരുതായ്മകളും അധർമ്മങ്ങളും അക്രമങ്ങളും ദൈവം തന്നെയായ പ്രസ്തുത ഹർമ്മ്യത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. എത്ര ഭീകരവും ആലോചന അർഹവുമായ സംഗതിയാണിത്. ഭീകരം എന്ന് പറയുന്നത് ഞടുക്കം ഉളവാക്കുന്നതാണ്. അതേസമയം ആലോചന അർഹമാണ്. നമ്മൾ ധ്യാനിച്ച് ഇത് മനസ്സിലാക്കി എടുക്കണം, ബോധ്യത്തിൽ ആഴപ്പെടണം. ചുമ്മാ അറിയാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ. അല്പജ്ഞരായ നമുക്ക് ഈ ചിന്ത എത്ര പ്രയോജനകരം. എത്ര ശ്രമിച്ചാലും ഈ സത്യത്തിന്റെ ആഴം ഗ്രഹിക്കാൻ സാധ്യമല്ല. നമ്മൾ അല്പജ്ഞരാണ്, നമ്മൾ അറിയുന്നില്ല ദൈവം ആരാണെന്ന്, ദൈവത്തെ ആരാണെന്ന്, പിതാവ് ആരാണെന്ന് പുത്രനും വെളിപ്പെടുത്തുന്നവനും എല്ലാം ആരും അറിയുന്നില്ല. പുത്രൻ ആരാണെന്ന് പിതാവ് വെളിപ്പെടുത്താൻ അവരുടെ പേരാരും അറിയുന്നില്ല. ദൈവത്തെ അറിയുക എന്ന നിത്യജീവൻ യോഹന്നാൻ 3:17-3 ഇതെല്ലാം ഇവിടെ ചേർത്ത് വെക്കാം. നമ്മൾ എന്തുമാത്രം കുറച്ചു മാത്രമാണ് കാര്യങ്ങൾ അറിയുന്നത്, സത്യം ഗ്രഹിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ്. എത്ര ശ്രമിച്ചാലും ഈ സത്യത്തിന്റെ ആഴം ഗ്രഹിക്കാൻ സാധ്യമല്ല. സാധിക്കുമായിരുന്നുവെങ്കിൽ ഇത്ര നിർവിശങ്കമായ ഔദ്ധത്യം ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. നമുക്ക് എന്തൊരു അഹങ്കാരമാണ് നമ്മളെ പറ്റി തന്നെയുള്ള ചിന്ത. ഹർമ്മത്തിൽ നിന്ന് നമ്മെ ഉടൻ തന്നെ ബഹിഷ്കരിക്കാത്ത ദൈവകാരുണ്യത്തെയും അവിടുത്തെ ദീർഘശാന്തതയെ കുറിച്ച് സഹോദരിമാരെ നാം പര്യാലോചിക്കുകയും അനവരതം തനിക്ക് നന്ദി പറയുകയും ചെയ്യുക. നമ്മൾ അവിടുന്ന് വസിച്ചുകൊണ്ടാണ് ഈ വൃത്തികേട് മുഴുവൻ ചെയ്യുന്നത്. എന്നിട്ടും അവിടുന്ന് നമ്മളെ ഇറക്കി വിടുന്നില്ല, നമ്മൾ പിണങ്ങുന്നില്ല, നമ്മളെ വെറുക്കുന്നില്ല, മാറ്റിവെക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ദൈവിക ശൈലി, അതിൻ്റെ സ്നേഹം, നന്മ എന്തുമാത്രമാണ്. അത് ആലോചിക്കാൻ മദ്രസ പറയുകയാണ്. കർമ്മത്തിൽ നിന്ന് നമ്മെ ഉടൻ തന്നെ ബഹിഷ്കരിക്കാത്ത ദൈവകാരുണ്യത്തെയും അവിടുത്തെ ദീർഘശാന്തതയെക്കുറിച്ച് സഹോദരിമാർ പര്യാലോചിക്കുകയും അനവരതം അത്രയ്ക്ക് നന്ദി പറയുകയും ചെയ്യുക. നമുക്കെതിരായി വല്ലത് സംഭവിക്കുകയോ ദുഷ്പ്രവാദങ്ങൾ പ്രചരിക്കുകയോ ചെയ്യുമ്പോൾ പരിഭവം തോന്നുന്നത് ലജ്ജാകരമല്ലയോ? നമുക്ക് ഒരു സാഹചര്യം, അനുദിന സാഹചര്യം പറയുകയാണ്. നമുക്കെതിരെ ആരെങ്കിലും ദുഷ്പ്രവാദം പറയുന്നു, കുറ്റം പറഞ്ഞു വരുത്തുന്നു, കുറ്റം പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിഭവവും വെറുപ്പും അകൽച്ചയും മുഖമാട്ടം ഉണ്ടാകുന്നത് ലജ്ജാകരമാണെന്ന് പറയുകയാണ്. ന്യായം ഇതാണ്: നമ്മുടെ സൃഷ്ടാവായ ദൈവം തൻ്റെ ഉള്ളിൽ തന്നെ സ്വസൃഷ്ടികളിൽ നിന്ന് ഇത്രമാത്രം സഹിക്കുന്ന കാഴ്ചയേക്കാൾ ഭീകരമായ ലോകത്തിൽ വല്ലതുകൊണ്ടോ? എന്നാൽ നമ്മുടെ അസാന്നിധ്യത്തിൽ വല്ലപ്പോഴും ഒരു വാക്ക്, അത് ദുരുദ്ദേശമൊന്നുമില്ലാതെ പറഞ്ഞു പോയാൽ എന്തൊരു വേദനയാണ് നമുക്ക് തോന്നുക. മനസ്സിൽ പറയുന്ന സാഹചര്യം നമുക്ക് പെട്ടെന്ന് തിരിയും. നമ്മുടെ അസാന്നിധ്യത്തിൽ പോലും നമ്മളെ ആരെങ്കിലും ദുഷിച്ച് വിമർശിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞുവെന്ന് വേറെ ആരെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. നമ്മൾ വല്ലാണ്ട് മുഖം പാടും. നമ്മൾ പിന്നെ അവരെ തന്നെ നോക്കുകയില്ല. അവരെ പറ്റി നമ്മൾ പരാതിപ്പെടും. ചിലപ്പോൾ അവരെ വിളിച്ച് നമ്മൾ വഴക്കുണ്ടാക്കും, അല്ലെ അവരെ ഒഴിവാക്കിക്കൊണ്ട് പോകും. പിന്നെ സ്നേഹം പോലും ഇല്ലെന്നായി പോകും. ഇത് നമ്മുടെ മുമ്പിൽ വെച്ചാണ് ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാക്ക് പറയുന്നതോ നമ്മളെ വേദനിപ്പിക്കുന്നതെങ്കിലോ തീർന്നു. നമ്മൾ അങ്ങോട്ട് കയർക്കുന്നു, അല്ലെങ്കിൽ പൊട്ടിക്കരയുന്നു, ഇറങ്ങി ഓടുന്നു, ബഹളം വെക്കുന്നു, പിണങ്ങിയിരിക്കുന്നു, വാടിത്തൂങ്ങുന്നു, എന്തെല്ലാം ബഹളം ഉണ്ടാക്കുന്നത്. ഇത് സൂചിപ്പിച്ചിട്ട് മദ്രസ പറയുകയാണ്, നമ്മളൊന്ന് പര്യാലോചിച്ചേ. ദൈവത്തിനെതിരെ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട്, അവിടുത്തെ നിന്ദിച്ചുകൊണ്ട് പാവവഴിയിൽ നമ്മൾ എന്തുമാത്രം പെരുമാറിയിരിക്കുന്നു, പ്രവർത്തിച്ചിരിക്കുന്നു. അത് മുഴുവനും നമ്മൾ തന്നെ ദൈവത്തിൽ വസിച്ചുകൊണ്ടല്ലേ, ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള ശ്രദ്ധിക്കാതെയല്ലേ, തമ്പുരാന്റെ കൺമുമ്പിലല്ലേ ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്? തമ്പുരാന്റെ കൺമുമ്പിലല്ലേ?
നമ്മുടെ ആത്മീയ അനുഭവത്തില്, കത്തോലിക്ക ആത്മീയതയില് പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദീപികാരന്റെ സന്നിധിയിൽ വരുമ്പോൾ ആദരവോടെ പെരുമാറണം, പള്ളിയിൽ കയറുമ്പോൾ ആദരവോടെ പെരുമാറണം. അതിന്റെ ബാക്കിയായിട്ട് വീട്ടിൽ രൂപങ്ങൾ വെച്ചിരിക്കുന്നു, ചിത്രങ്ങൾ വെച്ചിരിക്കുന്നു, ഈശോ മുമ്പിലേക്ക് വരുമ്പോൾ ഈശോ കാണുന്നു, ഈശോ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഒത്തിരി എടുക്കാറുണ്ട്. നമ്മൾ സഹായിക്കാറുമുണ്ട്, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ. പക്ഷെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആരാധന അവസാനിപ്പിച്ചിട്ട് തിരുവോസ്തി സക്രാലയം വെച്ച് കൂട്ടി നമ്മൾ പള്ളി അടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെ പ്രാർത്ഥന പറയുന്നത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ? തമ്പുരാന്റെ മക്കൾ നമ്മൾ മാറി, ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വേറെ വേണ്ട ചെയ്യാം, വായിക്കാം, കാണാം, പറയാം, കുഴപ്പമില്ല, ഇഷ്ടംപോലെ ബഹളം വെക്കാം, പള്ളിക്കകത്ത് ചെയ്യരുത്, ദീപികാസനത്തിൽ ഒട്ടും ചെയ്യരുത്. അങ്ങനെയുള്ള ചിന്ത വരുന്നതിനകത്തൊരു ഒരു ഒരു ബുദ്ധിശൂന്യതയില്ലേ, ഒരു ചേർച്ചക്കുറവില്ലേ? യഥാർത്ഥത്തിൽ ഈ ദൈവം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ദൈവത്തിലാണ് എങ്കിൽ പള്ളി കയറുമ്പം ആ ദീപികാര സാന്നിധ്യം അവിടെ ഉണ്ട്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. പള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ അതേ സാന്നിധ്യം തന്നെ നമുക്കുള്ളത്. പ്രാർത്ഥനാ പോലെ തിരുസ്വരൂപത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈശ്വര മുമ്പിലാണ് നിൽക്കുന്നത്. അടുത്ത മുറിയിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലോ പുറത്തെ പറമ്പിലോ ആയിരിക്കുമ്പോഴും അതേ തമ്മിലെ മുമ്പിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒരു അനുഭവ അന്തരം എന്തിനാ? അത് നമ്മൾ ചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും അല്ലെങ്കിൽ പള്ളിയും ദീപികാരന്റെ ആരാധനയൊക്കെ വെച്ചുകൊണ്ട് ദൈവാനുഭവത്തിൽ ആഴപ്പെട്ട് പോകുമ്പോൾ അത് പോകണം. അങ്ങനെ അത് നമുക്ക് സഹായകമാണ്, സംശയമൊന്നുമില്ല. അതങ്ങനെ പോയി അവിടെ കൊണ്ട് നമ്മൾ നിൽക്കരുത്. അതാണ് ഈശോ സമരകർഷിയോട് പറയുന്ന ഒരു കാര്യം. ദൈവത്തെ ഈ മലയിലോ ആ മലയിലോ അവിടെ ഇവിടെയോ അല്ലാതെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. അതാണ് യഥാർത്ഥ ആരാധന. അതിലേക്ക് നമ്മളെ പടിപടിയായിട്ട് കൃത്യമായ കരുത്തോടെ കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സഹായങ്ങളും മാർഗങ്ങളും മാത്രമാണ് ചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും ദീപികാരന്റെ ആരാധനയും എല്ലാം. നമ്മൾ തിരിച്ചറിയണം. മദ്രസത്തിന്റെ അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാനായിട്ടൊന്നും പറ്റുന്നില്ലാത്ത ചിത്രം ഉപയോഗിച്ചോ, ഒരു പുസ്തകം ഉപയോഗിച്ചോ, അത് നോക്കി അത് വായിച്ച് ഭാവനെ കണ്ട് അങ്ങനെ ആരംഭിച്ചു. പക്ഷെ വീട്ടിൽ കയറി വരുമ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ തോമസ് പറയുന്ന കണ്ടോ, ദൈവ സാന്നിധ്യ അനുഭവം. എപ്പോഴും ആ ദൈവത്തിലാണ് ഞാൻ എപ്പോഴും ദൈവം എന്നിലാണ്. അതൊരിക്കലും മാറുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും പറമ്പിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് മുറിയിലായിരിക്കുമ്പോഴും കുടമുറിയിലായിരിക്കുമ്പോഴും എവിടെയായിരിക്കുമ്പോഴും കൂട്ടുകാരുടെ ആയിരിക്കുമ്പോഴും എല്ലായിടത്തും ഞാൻ ദൈവത്തിലാണ്, ദൈവം തമ്മിലാണ്. ഈ ഒരു അനുഭവം നമ്മളെ നിരന്തരം ഗ്രസിക്കണം, നയിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തെ വേദനിപ്പിക്കുന്നതിന്റെ നൊമ്പരം അത്യുത്കടമായ പരിഭ്രമവും ക്ലേശവുമായിട്ട് അനുഭവപ്പെടും. അതാണ് മദ്രസയോട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.